പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യ നാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഒരു അനുഭവം ശ്രദ്ധിച്ച് വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പേര് സെൻ ആന്റണി, കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു. ആന്റണി കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരണത്. ഞങ്ങൾ ഒരു 20 വർഷമായിട്ട് വിദേശത്താണ്. 20 വർഷമായിട്ട് ഷാർജയിലാണ്. ഷാർജയിലാണ് വർക്ക് ചെയ്യുന്നത് കുടുംബമായിട്ട്. ഞങ്ങൾക്ക് 16 വർഷം പിള്ളേരില്ലായിരുന്നു. കല്യാണം കഴിച്ചിട്ട് 16 വർഷമായിട്ട് ഈ ദമ്പതികൾക്ക് മക്കളില്ല. 16 വർഷമായിട്ട് മക്കളില്ല. അപ്പം 2014 അച്ഛൻ ഷാർജയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർക്കണ്ട് 2014 ഒരു ഗംഭീര കൺവെൻഷൻ, ഷാർജ കൺവെൻഷൻ, അഭിഷേകാഗ്നി. അപ്പം അതിന് ഞാൻ അവിടെ അച്ഛനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അച്ഛനെ ആ ഫുൾ കൺവെൻഷൻ ഞങ്ങൾ കൂടുകയും അച്ഛനെ നേരിട്ട് കണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അച്ഛൻ ഞങ്ങളുടെ തലയിൽ തൊട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, അടുത്ത വർഷം ഈ സമയമാകുമ്പോഴത്തേക്ക് നിങ്ങൾ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സംഭവിച്ചു. ഞങ്ങൾക്ക് 1 വർഷമായപ്പോൾ ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ ദൈവം ആ പ്രാർത്ഥന കേട്ടു. അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിങ്ങളുടെ ഒരു കുട്ടിയെ കയ്യിലെടുത്ത് സന്തോഷിക്കും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ സന്തോഷമാവും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ദൈവം കർത്താവ് ഈ കുടുംബത്തെ അങ്ങോട്ട് ബ്ലെസ് ചെയ്ത് അനുഗ്രഹിച്ചു. ആ കുട്ടിയുമായി ഇന്ന് ദമ്പതികൾ ഇവിടെ വന്ന് കർത്താവിനെ ഭാഗത്തേക്ക് സന്തോഷമാണ്. വളരെ സന്തോഷം, വളരെ വലിയ സന്തോഷം കർത്താവ് ഈ കുടുംബത്തിലേക്ക് അങ്ങോട്ട് കൊടുത്ത് അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ചാടി എഴുന്നേൽക്കാം. കുറച്ചു നേരം നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. അവിടുന്ന് തന്റെ ആത്മാവിനെ അയക്കട്ടെ. എല്ലാ ജനപദങ്ങളും ഗോത്രങ്ങളും വംശങ്ങളും രാജ്യങ്ങളും ഉണരട്ടെ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. പവർ, പവർ. ജനതകളകിലും ഉണരട്ടെ, യേശുവിനായി അണിചേരട്ടെ. ക്രിസ്തുവിൻ സഭയുടെ ഉടുപ്പായി മാറാൻ ആത്മാവിനാൽ ഉറക്കൂട്ടണമേ. ജനതകളകിലും ഉണരട്ടെ, യേശുവിനായി അണിചേരട്ടെ. ക്രിസ്തുവിൻ സഭയുടെ ഉടുപ്പായി മാറാൻ ആത്മാവിനാൽ ഉറക്കൂട്ടണമേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് വചനത്തിൽ തീക്കനലാ ജ്വലിപ്പിക്കണേ. സന്തോഷത്തോടെ ആത്മാവേ അഗ്നിരക്കണമേ. വചനത്തിൽ തീക്കനലാ വീണ്ടും ജ്വലിപ്പിക്കണേ. പരിശുദ്ധാത്മാവേ, സകല ജനതകളെയും അറിയുന്ന പരിശുദ്ധാത്മാവേ, ആത്മാവിന് നിത്യനാശം അറിയുന്ന പരിശുദ്ധാത്മാവേ, സുവിശേഷകരെ ഉയർപ്പിക്കണമേ. അപ്പോസ്തലന്മാരെ അയക്കണമേ. ദേശത്തു ശുശ്രൂഷകരെ ഉയർത്തണമേ. ശക്തിയാൽ ദേശങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഗ്ലോറി, ഗ്ലോറി. പകർന്നതുപോ ദാനിയേലിൽ നിറഞ്ഞതുപോ ലോകജനതകളിൽ നിറയാൻ നിന്നാത്മാവിനെ പകരണമേ. വലിയ സന്തോഷത്തോടെ പകർന്നതുപോ പരിശുദ്ധാത്മാവേ നിറഞ്ഞതുപോ ലോകജനതകളിൽ നിറയാൻ ഹോളി സ്പിരിറ്റ് ആത്മാവിനെ പകരണം. കൈ ഉയർത്തി കൈയടിച്ച് ആത്മാവേ നീറക്കണമേ. വചനത്തിൽ തീക്കനലാ വീണ്ടും ജ്വലിപ്പിക്കണേ. ആത്മാവേ അഗ്നിരക്കണമേ. വചനത്തിൽ തീക്കനലാ വീണ്ടും ജ്വലിപ്പിക്കണേ. വീണ്ടും ജ്വലിപ്പിക്കണേ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്താൽ ജ്വലിപ്പിക്കണമേ കർത്താവേ. തളർന്നവർ ശക്തി പ്രാപിക്കട്ടെ, തളർന്നവർ ശക്തി പ്രാപിക്കട്ടെ, വീണ്ടും ജീവൻ പ്രാപിക്കട്ടെ. എല്ലാ ശുശ്രൂഷകളും വളരട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. ഓ ശക്തി, ഓ ജീവന്റെ ആത്മാവ്, വിടുതലിന്റെ ആത്മാവ്, സുവിശേഷത്തിന്റെ ആത്മാവ്, സഭയുടെ ആത്മാവ് ദേശാന്തരങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപരിക്കുന്നു. ദുർബലർ ശക്തി പ്രാപിക്കുന്നു, ഭയപ്പെട്ടിരിക്കുന്നവർ വീണ്ടും ജീവൻ പ്രാപിക്കുന്നു. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ദൈവം എല്ലാവരും ഇരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ അഭിഷേകം കാണുന്ന നിങ്ങളെല്ലാവരെയും ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്ത് നിങ്ങൾ ഓരോരുത്തരിലൂടെയും ലക്ഷോപലക്ഷ ആത്മാക്കളെ സ്വർഗത്തിലെത്തിക്കാൻ അവിടുന്ന് ഇടവരുത്തട്ടെ. ഹല്ലേലൂയ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ ഒരു സംഗതി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഹോളി സ്പിരിറ്റ് ഈസ് ദ ചീഫ് ഇവാഞ്ചലൈസർ. പരിശുദ്ധാത്മാവാണ് സുവിശേഷവൽക്കരണത്തിൻ്റെ ആത്മാവ്. ഇതാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം. ഹോളി സ്പിരിറ്റ് ഈസ് ദ ചീഫ് ഇവാഞ്ചലൈസർ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൽ 8-ാമത്തെ തിരുലിഖിതം. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അച്ഛനിത് പറയുമ്പോൾ അച്ഛൻ്റെ മനസ്സിലൊരു കാര്യമുണ്ട്. ചില ആളുകൾ എന്നോട് വന്ന് ചോദിക്കുകയാണ്, വട്ടായിലച്ച, അച്ഛ അട്ടപ്പാടിയിൽ അച്ഛൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ ധാരാളം സാക്ഷ്യങ്ങൾ പറയുന്നു, ധാരാളം രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു. എന്നാൽ അണക്കരയിൽ ഡൊമിനിക് അച്ഛൻ മറ്റൊരു വിധത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു, അവിടെ വളരെ വിടുതലുകൾ സംഭവിക്കുന്നു, ഡെലിവറൻസ് സംഭവിക്കുന്നു. തിരുവനന്തപുരത്ത് ദാനിയേലച്ചൻ മറ്റൊരു വിധത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു. അതിശക്തമായ ശുശ്രൂഷകളാണ് എല്ലാവരും ചെയ്യുന്നത്. അവിടെ വളരെ ശക്തമായ പ്രബോധനങ്ങൾ നൽകപ്പെടുന്നു, വളരെ കാര്യങ്ങൾ കർത്താവ് ശക്തമായി ഇടപെടുന്നു. അണക്കരയിൽ ശക്തമായി ഇടപെടുന്നു, തിരുവനന്തപുരത്ത് ദാനിയേലച്ചൻ്റെ ശുശ്രൂഷകൾ ശക്തമായി ഇടപെടുന്നു, അട്ടപ്പാടിയിൽ ഇടപെടുന്നു. അതുപോലെ ശുശ്രൂഷയുടെ തറവാടെന്ന് അറിയപ്പെടുന്ന മുരുങ്ങൂർ പോട്ട ധ്യാനകേന്ദ്രങ്ങൾ, വിൻസെൻഷ്യൻ ധ്യാനകേന്ദ്രങ്ങൾ, അവിടെയൊക്കെ ശക്തമായ മാനിഫെസ്റ്റേഷൻസ്, വെളിപ്പെടുത്തലുകൾ, പ്രബോധനങ്ങൾ, മാനസാന്തരങ്ങൾ, ശുശ്രൂഷകൾ, ഡെലിവറൻസുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുകയാണ്. അതുപോലെ കപ്പുച്ചിൻ ധ്യാനകേന്ദ്രങ്ങളിൽ മറ്റ് രീതിയിലുള്ള ശുശ്രൂഷകൾ, CMI കോൺഗ്രിഗേഷൻ്റെതായ നിരവധി ധ്യാനകേന്ദ്രങ്ങൾ, CST കോൺഗ്രിഗേഷൻ നിരവധി ഓരോ ശുശ്രൂഷാ കേന്ദ്രങ്ങളിലും പല വിധത്തിൽ. അങ്ങനെ ലോകമെമ്പാടും നോക്കിയാൽ ഓരോ സെൻറ്ററുകളിലും വൈവിധ്യങ്ങൾ, തനിമ, ഓരോ രീതികൾ. ഇതെല്ലാം ഒരു രീതി പോയാൽ പോരെ അച്ഛ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ കർത്താവ് നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രബോധന ശുശ്രൂഷയല്ല. ഒരു പ്രസ്ഥാനമോ ഒരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ ഒരേപോലെ പ്രസംഗിച്ചാൽ മതി, ഒരേപോലെ ശുശ്രൂഷ ചെയ്താൽ മതി. ഒരു കമ്പനിയാണെങ്കിൽ കമ്പനിയുടെ കാര്യങ്ങളെക്കുറിച്ച് ഒരേപോലെ പറഞ്ഞാൽ മതി. എന്നാൽ കർത്താവ് പറഞ്ഞു, ഇത് എൻ്റെ കാര്യമാണ്, ഇത് എൻ്റെ രാജ്യത്തിൻ്റെ ശുശ്രൂഷയാണ്. ഇതിൻ്റെ ചീഫ് കോർഡിനേറ്റർ, ഇതിൻ്റെ ചീഫ് ഇവാഞ്ചലൈസർ ഈസ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവാണ്, വ്യക്തികളല്ല, പ്രസ്ഥാനങ്ങളോ സ്ഥലങ്ങളോ രൂപതകളോ അല്ല. പരിശുദ്ധാത്മാവാണ് ചീഫ് ഇവാഞ്ചലൈസർ. പരിശുദ്ധാത്മാവാണ് ഇതിൻ്റെ നെടുനായകത്വം വഹിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. പരിശുദ്ധാത്മാവാണ് നയിക്കുന്നത്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നൽകിയ വെളിപ്പെടുത്തലാണ് യോഹന്നാൻ 3:8. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെ തന്നെയാണ് ആത്മാവിൽ നിന്ന് ജനിച്ച ഏതൊരുവനും
ദൈവരാജ്യത്തിൻ്റെ ശിഷ്യനായി തീർന്ന ഓരോരുത്തരും, ഡൊമിനിക് അച്ഛനും ദാനിയേൽ അച്ഛനും അല്ലെങ്കിൽ വിൻസെൻഷൻ ധ്യാന ശുശ്രൂഷകരായ ടീമിനെ നേതൃത്വം നൽകുന്ന അച്ഛന്മാർ, ശുശ്രൂഷകർ മാത്രമല്ല ഓരോരുത്തരും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ, സന്തോഷ് കരിമത്ര ബ്രദർ അതിശക്തനൊരു ശുശ്രൂഷകൻ, മറ്റൊരു വിധത്തിലുള്ള ശുശ്രൂഷ. സാബു ആർതൊട്ടി ബ്രദർ വളരെ ശക്തനായൊരു ശുശ്രൂഷകൻ, മറ്റൊരു വിധത്തിലുള്ള ശുശ്രൂഷ. അതുപോലെ ഡോക്ടർ ജോൺ ഡി കൊല്ലം മറ്റൊരു ശക്തനായ ശുശ്രൂഷകൻ, വേറെ രീതിയിലുള്ള ശുശ്രൂഷ. ഷാലോം ചാനലിൻ്റെ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ബെന്നി സാറ് വേറൊരു വിധത്തിലുള്ള ശുശ്രൂഷ. ഇങ്ങനെ ഓരോരുത്തരും നിങ്ങൾ എടുത്ത് നോക്ക്, പേരെടുത്ത് പറയാൻ തുടങ്ങിയാൽ ഇവിടെ നിന്ന് അവസാനിക്കില്ല. അൽമായരായ വചന ശുശ്രൂഷകർ, സിസ്റ്റേഴ്സുമാരായ വചന ശുശ്രൂഷകർ, വൈദികരായ വചന ശുശ്രൂഷകർ, ബിഷപ്പുമാരായ ഇങ്ങനെ നമ്മൾ നോക്കിയാൽ പേരെടുത്ത് പറഞ്ഞാൽ തീരാത്തത്ര ശുശ്രൂഷകരെ പരിശുദ്ധാത്മാവ് ഉയർപ്പിച്ചിരിക്കുകയാണ്. അവർ ലോകമെമ്പാടും കർത്താവിൻ്റെ ശുശ്രൂഷകളെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇതിന് കോർഡിനേഷൻ നയിക്കുന്നത്? ആരാണ് ഇതിന് കോർഡിനേഷൻ നടത്തുന്നത്? ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരുത്തരിലേക്കും കൃപകളും വരങ്ങളും അഭിഷേകങ്ങളും ചൊരിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് തൻ്റെ ഇഷ്ടത്തിന്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല. നിങ്ങളൊരാൾ പറയുകയാണ് എനിക്ക് രോഗശാന്തി ഇഷ്ടമല്ല, നമ്മുടെ ഇഷ്ടം അവിടെ നോക്കാറില്ല. അല്ലെങ്കിൽ നിങ്ങളൊരാൾ പറയും എനിക്ക് ഡെലിവറൻസ് ഇഷ്ടമല്ല, എനിക്ക് പിശാചിനെ ബഹിഷ്കരിക്കാൻ ഇഷ്ടമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല, ദൈവം തൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ആത്മാവിനെ പ്രദാനം ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ശുശ്രൂഷകരെ അഭിഷേകം ചെയ്ത് അയക്കുന്നത്. ഒന്നുറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാണ് ശുശ്രൂഷയുടെ ആത്മാവ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അപ്പോൾ വേറൊരു വ്യക്തി എന്നോട് വന്ന് പറയുന്നത് എങ്ങനെയാണ്, എൻ്റെ അച്ഛ ഇപ്പോൾ അവിടെ മത്സരമാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ വളരെ നല്ല ഒരു മനുഷ്യൻ പറയാണ്, ഇപ്പോൾ ശുശ്രൂഷ മത്സരമാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ. ആളുകൾ കുറേ പേര് പറഞ്ഞു ഞാൻ അട്ടപ്പാടിയുടെ ആളാണ്, കുറേ പേര് പറഞ്ഞു ഞാൻ അണക്കരയുടെ ആളാണ്, കുറേ പേര് പറയുന്നു ഞാൻ ദാനിയേലച്ചൻ്റെ ആളാണ്, കുറേ പേര് പറയുന്നു ഞാൻ മുരിങ്ങൂരിൻ്റെ ആളാണ്. അങ്ങനെ ഓരോ ടീമിൻ്റെ പേര് പറഞ്ഞ് അങ്ങനെ പറയുന്നുണ്ടല്ലോ അച്ഛാ. അതൊക്കെ നല്ലതാണ്, അതൊക്കെ ശരിയാണോ അച്ഛാ? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ അത് വളരെ ചെറിയൊരു ഗണം ആളുകളാണ് അങ്ങനെ സംസാരിക്കുന്നത്. ഓരോ സെൻറ്ററിലും, മുരുങ്ങൂർ ധ്യാന കേന്ദ്രത്തിലാണെങ്കിലും, അണക്കര ധ്യാന കേന്ദ്രത്തിലാണെങ്കിലും, ദാനിയേലച്ചൻ്റെ കൂടെ ആണെങ്കിലും, സന്തോഷ് കരിമത്ര ബ്രദറിൻ്റെ കൂടെ ആണെങ്കിലും, സാബു ആർതൊട്ടി ബ്രദറിൻ്റെ ശുശ്രൂഷയിലാണെങ്കിലും, അങ്ങനെ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ശുശ്രൂഷകരിലും, സീമയ കപ്പൂച്ചിൻ ധ്യാന എല്ലാ ശുശ്രൂഷകളിലും ആയിരക്കണക്കിന് ആളുകൾ ആ ശുശ്രൂഷയെ സ്നേഹിക്കുന്നുണ്ട്. ഓരോ ശുശ്രൂഷകളെയും സ്നേഹിക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്, സഹശുശ്രൂഷകരായി വർത്തിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് അസംഖ്യം ആളുകളെ കർത്താവ് ഈ കാലഘട്ടത്തിൽ ഉയർത്തിയിരിക്കുകയാണ്. അതിൽ ഒരു ചെറിയ ഗണം ഒരു പക്ഷേ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകാം, അത് ഞാൻ അണക്കരയുടെ ആളാണ്, ഞാൻ അട്ടപ്പാടിയുടെ ആളാണ്, അല്ലെങ്കിൽ ഞാൻ മുരിങ്ങൂരിൻ്റെ ആളാണ്, ഇങ്ങനെയൊക്കെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് മായിച്ചു കളയണം. അത് കർത്താവിന് ഇഷ്ടമല്ല. ഞാൻ പലപ്പോഴും അച്ഛന്മാരെ കാണാറുണ്ട്. എല്ലാ ധ്യാന കേന്ദ്രങ്ങളെ, പ്രത്യേകിച്ച് മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തെ, അതുപോലെ പോട്ട ആശ്രമത്തെ, പോട്ട ധ്യാന കേന്ദ്രത്തെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പോട്ടയിലുള്ള ബഹുമാനപ്പെട്ട നായിക്കമ്പറമ്പിലച്ഛൻ എൻ്റെ ഒരു ആത്മീയ ഗുരുവിൻ്റെ സ്ഥാനത്താണ് ഞാൻ നിർത്തിയിരിക്കുന്നത്. ഞാൻ എന്തെങ്കിലും കാര്യം ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ വിളിക്കും. അച്ഛനും ഞാനതിൽ ഫോണിൽ സംസാരിക്കുമ്പോൾ എനിക്ക് വലിയ ഉണർവാണ്. അതുപോലെ അവിടെയുള്ള പനക്കലച്ഛൻ, അഗസ്റ്റിൻ വല്ലൂരാൻ അച്ഛൻ, അതുപോലെ തന്നെ കൊച്ചു മാത്യു അച്ഛൻ, അല്ലെങ്കിൽ മാത്യു ഇലവങ്കൽ അച്ഛൻ, ഇങ്ങനെ വിൻസെൻഷ്യൻ ധ്യാനകേന്ദ്രങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന എത്രയോ നല്ല തീപ്പൊരികളായ ശുശ്രൂഷകർ, അവരോട് ചേർന്ന് നിൽക്കുന്ന അനേകം അൽമായരും സിസ്റ്റേഴ്സും ശുശ്രൂഷകർ. അപ്പോൾ അവരെല്ലാം ഞാൻ വലിയ ബഹുമാനത്തോടു കൂടിയാണ് എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഉടനീളം ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ അങ്ങനെയാണ് കാണുന്നത്. കർത്താവിൻ്റെ ആത്മാവ് ആ ശുശ്രൂഷ കേന്ദ്രത്തെ ഉണർത്തിയപ്പോൾ എനിക്കറിയാവുന്നൊരു കാര്യമുണ്ട്. അവിടെയുള്ള നായ്ക്കമ്പറമ്പലച്ചനും പനക്കലച്ചനും അതുപോലെ മറ്റെല്ലാ അച്ഛന്മാരും അവരുടെ കൂടെയുള്ള നല്ല ശുശ്രൂഷകർ അവർ പ്രാർത്ഥിച്ചിരുന്നൊരു കാര്യമുണ്ട്. കർത്താവേ, അനേകം സുവിശേഷകരെ അയക്കണമേ, അനേക ശുശ്രൂഷകരെ ഉയർപ്പിക്കണമേ, രോഗശാന്തി ശുശ്രൂഷകരെ ഉയർപ്പിക്കണമേ, വചനപ്രഘോഷകരെ ഉയർപ്പിക്കണമേ, വരദാനങ്ങൾ നിറഞ്ഞവരെ ഉയർപ്പിക്കണമേ, ലോകത്തിൽ സകല ആളുകളുടെ മാനസാന്തരത്തിന് ശുശ്രൂഷ ഉയർത്തണമേ,
പോട്ട ധ്യാന കേന്ദ്രത്തിൻ്റെയും വിൻസെൻഷൻ ധ്യാന കേന്ദ്രത്തിൻ്റെയും ശുശ്രൂഷയുടെ ഒരു മർമ്മമാണ് മധ്യസ്ഥ പ്രാർത്ഥന. അവർ മധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിച്ചിരുന്നത്, ലോകത്തിൽ സകല ജനതകൾ രക്ഷ പ്രാപിക്കാൻ വേണ്ടി ശുശ്രൂഷകരെ അയക്കണമേ, ശുശ്രൂഷകരെ ഉണർത്തണമേ, ഞാൻ 1000 നേടി 10,000 നേടുന്നവരെ അയക്കണമേ. അവർ പ്രാർത്ഥിച്ചു. ഒരുപാട് ജനതയുടെ പ്രാർത്ഥന ദൈവസന്നിധി എത്തിയപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ടാണ് ഈ ശുശ്രൂഷ കേന്ദ്രങ്ങളെല്ലാം ഉയർന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് നമ്മൾ ആത്മീയമായ ഓരോ കാര്യങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കണം. അതുപോലെ തന്നെ അണക്കര ധ്യാന കേന്ദ്രം എനിക്ക് വളരെ ഇഷ്ടമുള്ള മറ്റൊരു സ്ഥലമാണ്. ഡൊമിനിക്കച്ചൻ ഞാൻ വളരെയധികം ആദരിക്കുന്നൊരു വ്യക്തിയാണ്. കറകളഞ്ഞൊരു ശുശ്രൂഷകൻ. കർത്താവായ യേശുവിന് വേണ്ടി ജീവൻ ത്യജിച്ച് കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന കർത്താവിന് നല്ലൊരു പടയാളി. പ്രിയപ്പെട്ട ദൈവമക്കളെ, നല്ലൊരു പടയാളി എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. എല്ലാവർക്കും നല്ലവരായിരിക്കണം നിർബന്ധമില്ല. ഇന്ത്യയുടെ ഒരു നല്ല പടയാളി പാകിസ്ഥാന് നല്ലവനായിരിക്കണം നിർബന്ധമില്ല. സൗത്ത് കൊറിയയുടെ നല്ല പടയാളി നോർത്ത് കൊറിയയ്ക്ക് നല്ലവനായിരിക്കണം നിർബന്ധമില്ല. യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ വിലപ്പെട്ടൊരു മുത്താണ്. യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ വിലപ്പെട്ടൊരു പടയാളിയാണ് അണക്കരയുള്ള ഡൊമിനിക്കച്ചൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛനും ഞാനും തമ്മിൽ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഒത്തിരി അച്ഛന് സന്തോഷത്തോടെ ദൈവരാജ്യത്തിൻ്റെ കാര്യങ്ങൾ, ഞങ്ങൾക്ക് വേറൊന്നും സംസാരിക്കാൻ സമയമില്ല. ഈ ആത്മാക്കളുടെ കാര്യങ്ങൾ, ദൈവരാജ്യത്തിൻ്റെ കാര്യങ്ങൾ, കർത്താവ് ഇടപെടുന്ന അത്ഭുത വഴികൾ, കർത്താവിൻ്റെ ആത്മാവിൻ്റെ വെളിപാടുകൾ, ഇതെല്ലാം സംസാരിച്ച് മണിക്കൂറുകൾ പോകണമെന്ന് ഞങ്ങൾ അറിയുകയില്ല. അത്രയും ഒരൊറ്റ പാത്രത്തിൽ നിന്ന് കുടിക്കുന്നവർ, ഒരൊറ്റ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുന്നവർ, അങ്ങനത്തെ ഒരു അഭിഷേകം കർത്താവ് നൽകി. അതുപോലെ തന്നെ ദാനിയേലച്ചനും, അതുപോലെ തന്നെ മറ്റ് CST ധ്യാനകേന്ദ്രത്തിലെ അച്ഛന്മാർ, വിൻസെൻഷൻ ധ്യാനകേന്ദ്രത്തിലെ അച്ഛന്മാർ, കപ്പുച്ചിൻ ധ്യാനകേന്ദ്രത്തിലെ അച്ഛന്മാർ, അതുപോലെ CMI സഭയിലെ അച്ഛൻ, ഒരുപാട് പേരെ അച്ഛന് വ്യക്തിപരമായിട്ട് അറിയാം. ഞാൻ എപ്പോൾ ചെന്നാലും സൗഹൃദത്തിൻ്റെ വലതുകരം നീട്ടി അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു, തെറ്റുകൾ തിരുത്തുന്നു, കുറവുകൾ പറഞ്ഞു തരുന്നു. നല്ല സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയാണ് എൻ്റെ യാഥാർത്ഥ്യം. ഇതുപോലെ തന്നെ തമ്മിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം. പക്ഷേ ചില ആളുകൾ മനഃപൂർവ്വം പ്രചരിപ്പിക്കുന്ന കാര്യം, ഒരു യാഥാർത്ഥ്യമുണ്ട്, ധ്യാനകേന്ദ്രങ്ങൾ തമ്മിൽ മത്സരമാണ്, അല്ലെങ്കിൽ തമ്മിൽ ഒരു യോജിപ്പില്ല. അത് തെറ്റായ ഒരു പ്രചരണമാണ്. നല്ല സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ആരെങ്കിലും ഒരു പക്ഷേ മേൽഘടകങ്ങൾ അല്ലെങ്കിൽ താഴെ ഘടകങ്ങൾ ആരെങ്കിലും മാനസികമായി അത്ര വലിയ ആരോഗ്യമില്ലാത്ത ആരെങ്കിലും അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ അത് തിരുത്തണമെന്ന് ഞാനിപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. വിശുദ്ധ ലിഖിതത്തിൽ കൊരിന്ത്യർക്കാർ എഴുതിയ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 10 മുതൽ 13 വരെ തിരുലിഖിതങ്ങൾ. സഹോദരരെ, നിങ്ങൾ എല്ലാവരും സ്വരച്ചേർച്ചയോടും ഐക്യത്തോടും ഏക മനസ്സോടും ഏക അഭിപ്രായത്തോടും കൂടെ വർത്തിക്കണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ സഹോദരരെ, നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളുണ്ടെന്ന് ക്ലെയോയുടെ ബന്ധുക്കൾ എന്നെ അറിയിച്ചിരിക്കുന്നു. ഞാൻ പൗലോസിൻ്റേതാണ്, ഞാൻ അപ്പോളോസിൻ്റേതാണ്, ഞാൻ കേപ്പായുടേതാണ്, ഞാൻ ക്രിസ്തുവിൻ്റേതാണ് എന്നിങ്ങനെ നിങ്ങൾ ഓരോരുത്തരും പറയുന്നതിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ? നിങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായത് പൗലോസാണോ? പൗലോസിൻ്റെ നാമത്തിലാണോ നിങ്ങൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചത്? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാണ് ദൈവവചനത്തിന് പറയാനുള്ളത്. ആരെങ്കിലും അങ്ങനെ ഏതെങ്കിലും ഘടകങ്ങളിലോ ഏതെങ്കിലും അവസരം ചിന്തിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ലോകമെമ്പാടും ഒരുപാട് അസംഖ്യ ശുശ്രൂഷകരുണ്ട്. ഓരോരുത്തരോടും നമുക്ക് പേഴ്സണലായിട്ട് സംസാരിക്കാൻ അത്ര എളുപ്പമല്ലാത്തതുകൊണ്ട് ദൈവമക്കളെ, ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രബോധനം നിങ്ങൾക്ക് തരാൻ ഇന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരൊറ്റ ആത്മാവിൻ്റെ ശുശ്രൂഷയാണത്. ഹോളി സ്പിരിറ്റ് ഈസ് ദ ചീഫ് ഇവാഞ്ചലൈസർ. ആത്മാവ് പൊതു നന്മയ്ക്ക് വേണ്ടി ഓരോരുത്തരിലും ഓരോ വിധത്തിൽ വെളിപ്പെടുകയാണ്. ആ ഒരു വലിയ ഹൃദയത്തറവിയോടെ എല്ലാ ശുശ്രൂഷാ കേന്ദ്രങ്ങളെയും സ്വീകരിക്കുക. എല്ലാ ശുശ്രൂഷാ കേന്ദ്രങ്ങളും സ്വീകരിക്കുക. ഒരാളെ മറ്റൊരാളേക്കാൾ മേന്മയുള്ളവരായി ചിത്രീകരിക്കരുത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു രീതിയല്ല. കൊരിന്ത്യർ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ തിരുലിഖിതം, 1 Corinthians chapter 4 verse 6. സഹോദരരെ, ഈ കാര്യങ്ങളിൽ എന്നെയും അപ്പോളോസിനെയും ഞാൻ ഉദാഹരണമാക്കിയത് നിങ്ങളെ പ്രതിയാണ്. എഴുതപ്പെട്ടിരിക്കുന്നവയെ അതിലംഘിക്കാതിരിക്കാൻ നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പഠിക്കണമെന്നും ഓരോരുത്തരുടെ പക്ഷം പിടിച്ച് മറ്റുള്ളവർക്കെതിരായി ആരും അഹംഭാവം നടിക്കരുതെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
ഓരോരുത്തരുടെയും പക്ഷം പിടിച്ച് മറ്റുള്ളവർക്കെതിരായി അഹംഭാവം നടിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ അച്ഛന്മാരും, ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകരും യേശുക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെയുമാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഓരോരുത്തരെയും പക്ഷം പിടിച്ച് മറ്റുള്ളവർക്കെതിരായി അഹംഭാവം നടിച്ച് നാം തിരസ്കൃതരാകും. അതുകൊണ്ട് എളിയ മക്കളെ, ഏതെങ്കിലും അറിയാതെ ഏതെങ്കിലും മനോഭാവങ്ങളുണ്ടെങ്കിൽ വചനത്താൽ കഴുകി വെണ്മയുള്ളവരായി കർത്താവിൻ്റെ ഒരേ ആത്മാവിൻ്റെ ഒരേ ശുശ്രൂഷയിൽ വിവിധ മേഖലകളിൽ നമുക്ക് പങ്കാളികളാകാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ചിലർ എന്നോട് ചോദിച്ചാണ്, എപ്പോഴും എന്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൂടാ, തമ്മിൽ കയറി ഇറങ്ങുന്നൊന്നും കാണുന്നില്ലല്ലോ. പ്രിയപ്പെട്ട, അങ്ങനെ ചിന്തിച്ചാൽ എങ്ങനെ ഇതൊക്കെ സാധ്യമാകും? കാരണം ഓരോ ധ്യാന കേന്ദ്രങ്ങളിലും ഒരുപാട് തരത്തിലുള്ള ദൗത്യങ്ങൾ കർത്താവ് ഏൽപ്പിക്കുകയാണ്, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ കർത്താവ് ഏൽപ്പിച്ചിരിക്കുകയാണ്. കർത്താവ് ഏൽപ്പിക്കുന്ന ദൗത്യത്തിനല്ലേ ഒന്നാം സ്ഥാനം? മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയോ മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണോ നാം തത്രപ്പെടേണ്ടത്? തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 4-ാമത്തെ തിരുലിഖിതം അതിന് നമുക്ക് മറുപടി നൽകുന്നുണ്ട്. 2 തിമോത്തി 2:4. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിൻ്റെ ഇഷ്ടം നിർവഹിക്കാനുള്ളതിനാൽ മറ്റു കാര്യങ്ങളിൽ തലയിടാറില്ല. ഒരു സുവിശേഷകന് എല്ലാ കാര്യത്തിലും പോയി തലയിടാൻ അവനെ വിളിച്ച യജമാനൻ്റെ അനുവാദം വേണം. ജീസസ് ക്രൈസ്റ്റ് ഈസ് ഹിസ് മാസ്റ്റർ ആൻഡ് ഹോളി സ്പിരിറ്റ് ഈസ് ദ ചീഫ് ഇവാഞ്ചലൈസർ. പരിശുദ്ധാത്മാവ് നയിക്കുന്നതനുസരിച്ച് തന്നെ സമർപ്പിച്ചിരിക്കുകയാണ് അവർ. ഈ സമയത്ത് സേവ പിടിക്കാനോ കൂട്ടുപിടിക്കാനോ അല്ലെങ്കിൽ ലോകത്തെ കാണിക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായാനോ ഉള്ള ഒരു സമയമോ നേരമോ നിയോഗമോ അവർക്ക് സാധ്യതമായെന്ന് വരികയില്ല. ആത്മാവ് നയിക്കുമ്പോൾ പോകും, ആത്മാവ് നയിക്കുമ്പോൾ ഒരുമിച്ച് കൂടും, ആത്മാവ് നയിക്കുമ്പോൾ ഒരുമിച്ച് നടക്കും, ആത്മാവ് നയിക്കുമ്പോൾ ഒരുമിച്ചിരിക്കും. ആത്മാവിനെ നയിക്കലിനാണ് ഒന്നാം സ്ഥാനം ശുശ്രൂഷകർ നൽകുന്നത്. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിൻ്റെ ഇഷ്ടം നിർവഹിക്കാനുള്ളതിനാൽ മറ്റ് കാര്യങ്ങളിൽ തലയിടാറില്ല. ഓരോരുത്തരുടെയും സെൻറ്ററിൻ്റെ കാര്യങ്ങളിൽ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും തലയിട്ട് അങ്ങനെ എന്നാൽ ഈശോ പറഞ്ഞാൽ പോയി ചെയ്യും. പരിശുദ്ധം പറഞ്ഞാൽ ഉറപ്പായും അതിൻ്റെ വഴികൾ തുറക്കപ്പെടും, അത് നടക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇനി എനിക്ക് ചില ആളുകൾ ചോദിച്ച മറ്റൊരു സംശയത്തെക്കുറിച്ച് പറയാനുണ്ട്. ഇതിൽ ആരാണ് വലുത്? ഇതിൽ ആരിലാണ് കൂടുതൽ ശക്തി പ്രകടമാകുന്നത്? ആരാണ് ഇതിൽ ടോപ്പ്? പണ്ടൊക്കെ ഇങ്ങനെ ഒരു സ്ഥലമായിരുന്നു, ഇപ്പോൾ വേറൊരു സ്ഥലമായി, ഇപ്പോൾ മറ്റൊരു സ്ഥലം. ആത്മാവ് ഇങ്ങനെ മാറി മാറി നടക്കുകയാണല്ലോ അച്ഛാ. ഇങ്ങനെ പറയണത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ദൈവമക്കളെ, നമ്മൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയിൽ ഉയർന്നു വരുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ കാണുന്നത് പോലെ സുവിശേഷ ശുശ്രൂഷകരെ കാണരുത്. ലോകത്തിൻ്റെ കണ്ണ് വെച്ച് കാണരുത്, ലോകത്തിൻ്റെ അളവ് വെച്ച് അളക്കരുത്, ലോകത്തിൻ്റെ ദൃഷ്ടി വെച്ച് നോക്കരുത്. ദൈവത്തിൻ്റെ ചിന്തയിലും വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടിൽ നാം ആത്മീയ കാര്യങ്ങളെ കാണണം, ദൈവിക കാര്യങ്ങളെ ദൈവത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് നമ്മൾ കാണണം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായം 33 മുതൽ 35 വരെ തിരുലിഖിതങ്ങൾ, അവിടെ കാണുന്നൊരു കാര്യമുണ്ട്. ഈശോ വചനം പ്രഘോഷിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ ശിഷ്യന്മാരുടെ ഇടയിൽ തന്നെ ഉണ്ടായ ലോകാരൂപിയുടെ ഒരു ഉപദ്രവം. അത് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? പിന്നീട് അവർ കഫർനാമിലെത്തി. അവൻ വീട്ടിലായിരിക്കുമ്പോൾ അവരോട് ചോദിച്ചു, വഴിയിൽ വെച്ച് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ തമ്മിൽ തർക്കിച്ചിരുന്നത്? അവർ നിശബ്ദരായിരുന്നതേയുള്ളൂ, കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ചാണ് വഴിയിൽ വെച്ച് അവർ തർക്കിച്ചത്. അവൻ ഇരുന്നിട്ട് 12 പേരെയും വിളിച്ചു പറഞ്ഞു, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതേ അരൂപി ചില ആളുകളിൽ പ്രവർത്തിച്ച് ആവശ്യമില്ലാത്ത സംസാരങ്ങൾ, ആവശ്യമില്ലാത്ത താരതമ്യങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിലെ ഏതെങ്കിലും പ്രസ്ഥാനത്തിലോ ലോകത്തിലെ ഏതെങ്കിലും കമ്പനികളിലോ ലോകത്തിലെ ഏതെങ്കിലും കാര്യങ്ങളിലോ ചില ആളുകൾ ഉയർന്നു വരിക താഴ്ന്നു വരിക ചെയ്യുന്നത് പോലെ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയെ നോക്കിക്കാണരുത്. ദൈവത്തിൻ്റെ ആത്മാവ് അവരെ നയിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അവരെ നയിച്ച് നിത്യതയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ നയിക്കും പ്രപഞ്ചനെ കാണുമ്പോൾ ഇന്നും 100% ബഹുമാനത്തോടെ കർത്താവിൻ്റെ മുന്നണി പടയാളി എന്ന നിലയിൽ വലിയ ആദരവോടുകൂടിയാണ് അച്ഛനെയും അതുപോലെ തന്നെ വിൻസെൻഷൻ ധ്യാന കേന്ദ്രങ്ങളിലെ ആ ശുശ്രൂഷകരായ അച്ഛന്മാരെയും ഞാൻ കാണുന്നത്, അവരെക്കുറിച്ച് സംസാരിക്കുന്നത്. അതാണ് കർത്താവിൻ്റെ ഇഷ്ടം. കാരണം കർത്താവ് തിരഞ്ഞെടുത്ത കർത്താവിന് ശക്തി ഇന്നും കർത്താവ് നയിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതുപോലെ അണക്കരയിലെ ശുശ്രൂഷകർ, കർത്താവിൻ്റെ ശക്തരായ ശുശ്രൂഷകർ, കർത്താവിൻ്റെ ആത്മാവ് മറ്റൊരു വിധത്തിൽ വെളിപ്പെടുന്നു. അതുപോലെ ദാനിയേലച്ചൻ്റെ അവിടെയുള്ള IMS അതുപോലെ ജോസഫ് അച്ഛൻ്റെ കൃപാസനത്തിൽ അവിടെയുള്ള ശുശ്രൂഷകൾ, അതുപോലെ മറ്റ് CST ധ്യാന കേന്ദ്രങ്ങൾ, കപ്പുച്ചൻ ധ്യാന കേന്ദ്രങ്ങൾ, അങ്ങനെ എത്രയൊക്കെ ധ്യാന കേന്ദ്രങ്ങളുണ്ട്. അവിടെ എല്ലാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരേ ആത്മാവിൻ്റെ വിവിധങ്ങളായ ഇത് ഏതാ ശക്തി കൂടുതൽ, ഏതാ ശക്തി, എന്ത് സ്കെയിലിലാണ് നമ്മൾ അളക്കുന്നത്? ഇതിനെന്ത് മാനദണ്ഡമാണ്? ഇതാണ് ശക്തി, ഇതാണ് ശക്തി കുറവെന്ന് പറയാൻ? പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്താണ് കരണീയമായിട്ടുള്ളത്? കരണീയമായിട്ടുള്ളത് ഞാനും നിങ്ങളും, എനിക്ക് നിങ്ങൾക്കും വേണ്ടി കർത്താവ് ഒരുക്കുന്ന കർത്താവിൻ്റെ ശുശ്രൂഷകരെ സ്വീകരിക്കുക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10:16 കർത്താവ് പറഞ്ഞു, നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, നിങ്ങളെ തിരസ്കരിക്കുന്നവൻ എന്നെ തിരസ്കരിക്കുന്നു. ഓരോ ശുശ്രൂഷകനെ സ്വീകരിക്കുക, ഓരോരുത്തരുടെ ശുശ്രൂഷകൾ കൊണ്ട് ഹൃദയം തുറക്കുക, എല്ലാവരെയും ബഹുമാനിക്കുക, കർത്താവിൻ്റെ ആത്മാവിനെ മാത്രം കാണുക, കർത്താവിൻ്റെ രാജ്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. എല്ലാവരും കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വിവിധങ്ങളായ ശുശ്രൂഷകർ മാത്രം. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായി ശുശ്രൂഷയിലായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് നൽകുന്ന ഒരു നിർദ്ദേശത്തോടെ ഞാൻ ഈ ശുശ്രൂഷ സമാപിപ്പിക്കുകയാണ്. സുവിശേഷത്തിൻ്റെ സന്തോഷം എന്ന എക്സോട്ടേഷനിൽ 24ാമത്തെ പാരഗ്രാഫിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇങ്ങനെയാണ് പറയുന്നത്: സുവിശേഷത്തിൻ്റെ പ്രവർത്തനം നടത്തുന്ന സമൂഹം പിന്താങ്ങുന്ന സമൂഹമാണ്. അത് തങ്ങളുടെ വഴിയിലെ ആ വഴി എത്ര ദുർഘടവും എത്ര ദീർഘമായാലും ഓരോ കാൽവെപ്പിലും അവരോടൊപ്പം നിൽക്കുന്നു. ക്ഷമാപൂർണമായ പ്രതീക്ഷയും ശ്ലൈഹികമായ സ്ഥിരതയും അതിന് സുപരിചിതമാണ്. ഈ കാലഘട്ടത്തിൽ ശ്ലൈഹികമായ അപ്പസ്തോലികമായ ഒരു സ്ഥിരതയോടുകൂടെ ശുശ്രൂഷകളിൽ നാം സ്ഥിരതയോടെ മുന്നോട്ട് പോകണമെന്നാണ് ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തി ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകുന്ന ഒരു നിർദ്ദേശം. സുവിശേഷവൽക്കരണം പ്രധാനമായും ദീർഘക്ഷമയിലും സമയത്തിൻ്റെ ഞെരുക്കങ്ങൾ അവഗണിക്കുന്നതിലും അടങ്ങിയിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഒരുപാട് ഞെരുക്കങ്ങളുണ്ട്, ഒരുപാട് തരത്തിലുള്ള ഭിന്നിപ്പുകളും വിഭാഗീയതകളും സൃഷ്ടിക്കുന്നവരുണ്ട്. എന്നാൽ അതിലൊന്നും മനസ്സ് തളരാതെ ദീർഘക്ഷമയിലും സമയത്തിൻ്റെ ഞെരുക്കങ്ങൾ അവഗണിച്ചും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ സ്ഥിരതയോടെ മുന്നോട്ട് ഇതാണ് കർത്താവിൻ്റെ ആഗ്രഹം. ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയ. ആരാധനയിൽ പ്രവേശിച്ച് ലോകമെമ്പാടുള്ള എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, എൻ്റെ രക്ഷിതാവായ എൻ്റെ യേശു അവിടുത്തെ അനന്തമായ കാരുണ്യത്താൽ അവൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ വിളിച്ചു. എന്നാൽ ഈ ശുശ്രൂഷ അതികഠിനമായ തരത്തിലുള്ള ഞെരുക്കങ്ങൾ, വലിയ തരത്തിലുള്ള അന്ധകാര പീഡകൾ, ഉപദ്രവങ്ങൾ, മനപ്രയാസങ്ങൾ, വലിയ സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ട സമയത്ത് എൻ്റെ കൂടപ്പിറപ്പ് പോലെ ഓടിയെത്തുന്ന പ്രിയപ്പെട്ട പട്ടത്തച്ഛനെ ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ്. അച്ഛൻ്റെതായ ഒരുപാട് ഉത്തരവാദിത്തം ഉണ്ടെങ്കിലും സമയങ്ങളും മണിക്കൂറുകളും അച്ഛനോട് സംസാരിക്കാൻ അച്ഛൻ ആ സൗഹൃദത്തിൻ്റെ വലതുകരം നീട്ടിത്തരികയാണ്. അതുപോലെ എപ്പോഴും എൻ്റെ കൂടെ സന്തത സഹചര്യം നിൽക്കുന്ന ബിനോയ് അച്ഛൻ, സാംസൺ അച്ഛൻ, അതുപോലെ ഒരുപാട് അച്ഛന്മാർ. ഇത് വലിയ കൂട്ടായ്മയുടെ ശുശ്രൂഷയായിട്ടാണ് എൻ്റെ 25 വർഷത്തെ ജീവിതത്തിൽ നിന്ന് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇതിനകത്ത് ഒരാളെ ആദരിക്കാതിരിക്കുന്നില്ല. മറ്റുള്ളവർ വലിയ ബഹുമാനത്തോടെയാണ് പരസ്പരം സ്വീകരിക്കുന്നത് ഞാൻ കാണുന്നത്. സാബു ആർതൊട്ടി ബ്രദറാണെങ്കിലും പ്രത്യേകിച്ച് ഷാലോം മിനിസ്ട്രിയുടെ ബെന്നി സാറ്, പ്രിയപ്പെട്ട ദൈവമക്കളെ, എത്രയോ വലിയ സ്നേഹവും ആദരവുമാണ് കാണിക്കുന്നത്. ഒരു കുടുംബത്തിലെ ചേട്ടാനുജന്മാർ തമ്മിലുള്ള സ്നേഹ ആദരവുകൾ. ഈ സമയത്ത് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം: കർത്താവേ, ഞങ്ങളുടെ കാലഘട്ടത്തിൽ വിവിധങ്ങളായ ശുശ്രൂഷകൾ നൽകി വിവിധ ശുശ്രൂഷകരെ ഉയർപ്പിച്ച് പുതിയ ശുശ്രൂഷകരെ ഉയർപ്പിച്ച് വിവിധങ്ങളായ ശുശ്രൂഷകൾ നൽകി അനുഗ്രഹിച്ചത് നന്ദി. ഇനിയും ശുശ്രൂഷകരെ അയക്കണമേ, അങ്ങയുടെ കൃപ അയക്കണമേ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ അരൂപിയേ, ഞങ്ങളിൽ വന്ന് വസിക്കണമേ. 2 കരങ്ങൾ ഉയർത്തി ഈശോയിലേക്ക് നോക്കി ഇപ്പോൾ ഈ ആശീർവാദ സമയത്ത് നവ്യമായ ഒരു അഭിഷേകത്തിന് വേണ്ടി ദാഹിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ പതിക്കേണമേ. ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, നവ്യമാ ഞങ്ങളിൽ പതിക്കേണമേ.
കാലഘട്ടത്തിനഭിഷേകം നിറഞ്ഞിടാ അധികമാമളവിൽ അഭിഷേകം പകരണമേ നിറയട്ടെ എന്നിൽ കവിയട്ടെ എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം നിറയട്ടെ എന്നിൽ കവിയട്ടെ എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം